എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരു കുട്ടിയുടെ ദിവസം നല്ല തുടക്കമാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ അവസരത്തിൽ, ഈ ചുരുങ്ങിയ ക്ലിപ്പിലൂടെ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്, കൃത്യമായി കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് തുടങ്ങാം, രാവിലത്തേതിന് പകരം രാവിലത്തെ ശീലങ്ങളെ കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ശീലിപ്പിക്കണമെങ്കിൽ അവൻ തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ നമുക്ക് തുടങ്ങാം. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടിയെ ഗാഢമായ നിദ്രയിലേക്ക് ഒരിക്കലും അനുവദിക്കരുത്. 2-3 മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അസറിന് ശേഷം ഉറങ്ങുന്നത് ഒരിക്കലും ഗുണകരമല്ല എന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടിയെ ഭക്ഷണം കൊടുത്ത് സോഫയിലോ അല്ലെങ്കിൽ ചാരുകസേരയിലോ ഇരുന്ന് അല്പം ഇരുന്നുള്ള ഒരു ചെറിയ മയക്കം മാത്രമേ അനുവദിക്കാവൂ. അവിടെ ഒരിക്കലും ഗാഢനിദ്രക്ക് അനുവദിക്കരുത്. ആ ചെറിയ ഇരുന്ന മയക്കം, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നാപ്പ് എന്ന്. ആ ഒരു ചെറിയ നാപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ അവരൊരു ചെറിയ മയക്കത്തിന് ശേഷം അവനെ അല്പമെങ്കിലും അരമണിക്കൂറോ 1 മണിക്കൂറോ കളിക്കാൻ അനുവദിക്കണം. മറ്റു കുട്ടികളുമായി അവരല്പം കളിക്കണം. കളി കഴിഞ്ഞ് പൂർണ്ണമായും കുളിച്ച് സന്തോഷത്തോടുകൂടി ഉന്മേഷവാനായി അവൻ്റെ മഗ്‌രിബാകുമ്പോഴേക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഉന്മേഷവാനായി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പഠിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അന്നത്തെ ദിവസത്തെ പഠിപ്പിച്ച ഭാഗങ്ങൾ മുഴുവനും പഠിക്കുകയും അന്ന് ചെയ്യേണ്ടിയിരുന്ന മുഴുവൻ ഹോംവർക്കുകളും കൃത്യമായും ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. കൂടുതൽ കൂട്ടത്തിൽ തന്നെ അവൻ ഓതേണ്ട ഖുർആനിനെക്കുറിച്ചും അന്ന് ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ചും അവനെ ഉപയോഗപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തുക. ഇതെല്ലാം കൃത്യമായി ഉമ്മയും ഉപ്പയും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മുതിർന്നവരും മോണിറ്റർ ചെയ്തുകൊണ്ട്, അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ അവരത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായും അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മുഴുവനും ആ കുട്ടിക്ക് റിവൈൻഡ് ചെയ്യാനാകും, അല്ലെങ്കിൽ ഒന്നുകൂടെ അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്താനാകും. അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന കുട്ടി ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കോ അല്ലെങ്കിൽ 10:30-ക്കോ അവൻ ഉറങ്ങിയിരിക്കണം. അങ്ങനെ 10 മണിക്കോ 10:30-ക്കോ ഉറങ്ങണമെങ്കിൽ തീർച്ചയായും ആ കുട്ടി രാത്രിയിലെ ഭക്ഷണം 7 മണിക്കോ അല്ലെങ്കിൽ 7:30-ക്കോ കഴിച്ചിരിക്കണം. 7:30-ക്ക് ശേഷം ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് ഹെവിയായ കനപ്പെട്ട ഭക്ഷണം കൊടുക്കരുത്. ആ കനപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി അവൻ ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങാൻ പോകുന്നതോടുകൂടി അവൻ്റെ ദഹന പ്രക്രിയകളൊന്നും നടക്കുന്നില്ല. തന്നെയുമല്ല, കാലത്തെണീക്കുമ്പോൾ അവന് കൃത്യമായ ഒരു ദഹനം ലഭ്യമാകുന്നില്ല. അത് ഒഴിവാകുന്നതിന് വേണ്ടി അവന് കൃത്യമായും നിങ്ങളുടെ മക്കൾക്ക് 7 മണിക്കോ 7:30-ക്കോ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണം കൊടുത്തിരിക്കണം. കനപ്പെട്ട ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് 7:30-ക്കുള്ളിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണമെന്നാണ് ആദ്യമായി പറയുവാനുള്ളത്. അങ്ങനെ 7:30-ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 2 മണിക്കൂറോ 3 മണിക്കൂറോ അവർക്ക് പഠിക്കുവാനും അവരുടെ ഹോംവർക്കുകൾ ചെയ്യുവാനും സമയമുണ്ട്. കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ ടൈം ടേബിളുകളും അന്ന് തന്നെ കൃത്യമായിട്ട് ബാഗിലെടുത്ത് വെക്കാൻ അവനെ ഓർമ്മപ്പെടുത്തണം. കൃത്യമായും കിടക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ ടൈം ടേബിൾ പ്രകാരമുള്ള പുസ്തകങ്ങൾ മുഴുവനും ബാഗിലാക്കി ആവശ്യമായ സാധനങ്ങളെല്ലാം അവൻ്റെ ഡയറിയും പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി ബാഗിൽ എത്തിയിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു കുട്ടിക്കും ചെയ്ത് ഇതൊരിക്കലും ഉമ്മയും ഉപ്പയും ചെയ്തു കൊടുക്കരുത്. അവരെ കൂടെ നിന്ന് അവരുടെ ടൈം ടേബിൾ നോക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, സ്വന്തമായി ചെയ്യിപ്പിക്കുക. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസത്തേക്ക് രാവിലെ പുറപ്പെടുമ്പോൾ ധരിക്കുവാനുള്ള വസ്ത്രം മുഴുവനും കൃത്യമായി അയൺ ചെയ്ത് എല്ലാം റെഡിയായി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുക്കി വെക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കാവൂ. ഇതൊക്കെ ചെയ്ത് കുട്ടി നിർബന്ധമായും ഏറ്റവും ചുരുങ്ങിയത് 10:30-ക്ക് മുമ്പെങ്കിലും ഉറങ്ങിയിരിക്കുകയും വേണം. അത് ഉറപ്പുവരുത്തേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും ബാധ്യതയാണ്. അങ്ങനെ ആ കുട്ടിയുടെ ഡ്രസ്സും എല്ലാം കൃത്യമായി കൃത്യസ്ഥലത്ത് അയൺ ചെയ്ത് രാവിലത്തേക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് എണീപ്പിക്കുക. കൃത്യമായും അവൻ്റെ പ്രഭാതകർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് വുളൂഎടുത്ത് കുളി കഴിഞ്ഞ് അവനെ നമസ്കരിപ്പിക്കുക. അതിൽ അല്പം ഖുർആൻ ഓതാനും അവനെ നിർബന്ധിക്കുക. അല്പമെങ്കിലും ഒരു ദിവസം സുബഹിക്ക് ഖുർആൻ ഓതുക എന്നത് തീർച്ചയായും ആ കുട്ടിയിൽ നല്ല ഒരു തുടക്കമുണ്ടാവുക എന്നത് അനുഗ്രഹീതമായൊരു തുടക്കത്തിന് കാരണമാകും. ആ അനുഗ്രഹീതമായ തുടക്കം അവന് കിട്ടുന്നതോടൊപ്പം തന്നെ അവരുടെ ശബ്ദം നന്നാകുവാനും അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഈ ഖുർആൻ പാരായണം അവരിൽ ഉപയോഗപ്രദമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യാതൊരു കാരണവശാലും അവൻ്റെ ഖുർആൻ ഓത്തിന് തടസ്സം നിൽക്കരുത്. 5 മിനിറ്റെങ്കിലും രാവിലെ ഉറക്കനെ കുട്ടി ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുക. അങ്ങനെ ഖുർആൻ ഓതി കഴിഞ്ഞാൽ അവൻ്റെ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം അവന് സാവകാശത്തിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുക.
അവൻ്റെ ഭക്ഷണം കഴിക്കുവാൻ ഒരു കാരണവശാലും ധൃതി കൂട്ടരുത്. സാവകാശം അവരെ ഭക്ഷണം കഴിപ്പിക്കുക. അവർ സാവകാശം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ അവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെ അരമണിക്കൂർ അവർ ഭക്ഷണം കഴിച്ച് അവർക്ക് ഒരു പക്ഷേ ആവശ്യമാണെങ്കിൽ വീണ്ടും അവരുടെ പ്രഭാതകർമ്മങ്ങൾ ചെയ്യുവാനുള്ള സമയമുണ്ട്. എല്ലാം കഴിഞ്ഞ് ബസ് വരുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും കുട്ടി വസ്ത്രം ധരിച്ച് പുസ്തകമെടുത്ത് എല്ലാം തയ്യാറായി നിൽക്കുക. സമയമുള്ള കുട്ടികളാണെങ്കിൽ വീണ്ടും ആ സമയത്ത് അരമണിക്കൂർ അവർ വായിക്കുന്നത് നന്നായിരിക്കും. അതല്ലാത്തവർ ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് റിലാക്സ് ആയിട്ട് കാത്തിരിക്കണം. അങ്ങനെ ആശ്വാസത്തോടുകൂടി ബസ്സിനെ കാത്തിരുന്നാൽ, കുട്ടി ബസ്സിനെ കാത്തിരിക്കുന്നൊരവസ്ഥ വന്നാൽ അവൻ്റെ മനസ്സ് ശാന്തമായിരിക്കും. ആ ശാന്തമായ മനസ്സോടുകൂടി അവൻ വിദ്യാലയത്തിലേക്ക് പോകണം. ശാന്തമായ മനസ്സോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടി ശാന്തമായ മനസ്സോടുകൂടി ക്ലാസ് റൂമിൽ എത്തിച്ചേരും. അവൻ്റെ മനസ്സിന് ഏറെ സന്തോഷവും ആശ്വാസവും ഉണ്ടാകും. ആ ആശ്വാസത്തോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് അധ്യാപകനിൽ നിന്ന് നല്ല പുഞ്ചിരി ലഭിക്കും. നല്ല പുഞ്ചിരി ലഭിക്കുമ്പോൾ അവന് ആ അധ്യാപകനിൽ നിന്ന് അധ്യാപനം കേൾക്കുന്നതിനുള്ള ആകാംക്ഷ വർദ്ധിക്കും. അത് അവൻ്റെ പഠനത്തെ കൂടുതൽ ഉത്സാഹത്തോടുകൂടി അധ്യാപകനിലേക്ക് ശ്രദ്ധിക്കുവാനും അവൻ്റെ പഠനം കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അവനെ സഹായിക്കും എന്നത് നിസ്സംശയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സൗകര്യപ്രദമായ പഠനത്തിന് കുട്ടികൾക്ക് വേദിയൊരുക്കേണ്ടത്, അങ്ങനെ ഒരു നല്ല വ്യക്തിയായി, നല്ല വ്യക്തിത്വ വികാസത്തിന് വേണ്ടി ആ കുട്ടിയെ പ്രാപ്തനാക്കേണ്ടത് തീർച്ചയായും ആ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാം സമയത്തിന് മുമ്പേ തയ്യാറാക്കുക. അങ്ങനെ നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കുക. ഈ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണമെങ്കിൽ നല്ല തുടക്കമാവുക. നല്ല തുടക്കം വരുമ്പോൾ നല്ല ശീലങ്ങൾ വരും. നല്ല ശീലങ്ങൾ അവൻ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ അവൻ നല്ല വ്യക്തിയായി മാറും. ഈ നല്ല വ്യക്തിയായി മാറുന്നതോടുകൂടി അവനിൽ കൃത്യനിഷ്ഠതയുണ്ടാകും, വ്യക്തിത്വ വികാസമുണ്ടാകും, അവന് ധൈര്യമുണ്ടാകും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ അവനിലേക്ക് കടന്നു വരും. ഇതെല്ലാം അവനെ ജീവിതത്തിൽ ഒരു വലിയ വ്യക്തിയാക്കി തീർക്കുന്നതിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദിത്തം അവൻ്റെ പഠനത്തിലും അവനൊരു നല്ല വ്യക്തിയാകുന്നതിലും നല്ല ശീലങ്ങൾ അവനിൽ എടുക്കുന്നതിലും നമ്മൾ തന്നെയാണ് എന്ന് ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളോട് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംരംഭത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്